കേരളത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചുപോയ എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. ഈ കാര്യം എല്ലാ നേതാക്കൾക്കും ബാധകമാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാത്ത സാഹചര്യത്തിൽ, അതായത് ഇനി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നില്ല എന്ന സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന് തിരിച്ച് പാലക്കാട് പോയി മത്സരിക്കണമെന്ന ആഗ്രഹം ശക്തമായി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിന് കഴിയില്ല എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനിയുള്ള മാസങ്ങൾ ഏറെ നിർണായകമാണ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന രീതിയിൽ തൻ്റെ കർത്തവ്യങ്ങളൊന്നും തന്നെ ആ മണ്ഡലത്തിൽ നടത്താൻ കഴിയും എന്ന് കരുതാൻ കഴിയില്ല. അത്രയും ഏറെ ശക്തമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും വരുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പാലക്കാട് ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ വീണ്ടും കോൺഗ്രസ് തന്നെ ആയിരിക്കും ആധിപത്യത്തോടെ വിജയിക്കുക എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പറയുന്നത്. അത് താൻ മത്സരിച്ചാൽ മാത്രമേ ആകൂ എന്നൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഏത് നേതാവ് മത്സരിച്ചാലും അവിടെ വിജയമുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് പാലക്കാട് ശക്തമായി ആലോചിക്കുന്നത് സന്ദീപ് വാര്യരുടെ പേര് തന്നെയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് എടുത്തു പറയാൻ കഴിയുന്നത് സന്ദീപ് വാര്യരുടെ പേര് തന്നെയാണ്. സന്ദീപ് വാര്യർ പാലക്കാട് മണ്ഡലത്തിൽ നിന്നാൽ വിജയം സുനിശ്ചിതമാണ്. BJPക്ക് ഒന്നുകൂടി പുളിച്ചു തികട്ടുന്ന രീതിയിൽ, പ്രത്യേകിച്ചും അവരുടെ പല നേതാക്കൾക്കും സന്ദീപ് വാര്യരെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയപരമായി ഇല്ലാതാക്കണമെന്ന ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും നാളും അവരുടെ മടയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചാനൽ ചർച്ചകളിൽ വാതോരാതെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ വീറ്റാക്കാൻ പറയുകയും ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ സീറ്റ് കൊടുത്തില്ല എന്ന വെറും കാരണത്താൽ അതിൻ്റെ പേരിൽ പാർട്ടി വിടുകയും BJPക്കെതിരെ നിരവധിയായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുള്ള സന്ദീപ് വാര്യരെ എങ്ങനെ നേരിടണമെന്ന് തങ്ങൾക്ക് അറിയാമെന്നാണ് വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാർ അടക്കം എല്ലാവരും പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും അങ്ങനെ സംഭവിച്ചാൽ പാലക്കാട് വീണ്ടും ഒരു ഡു ഓർ ഡൈ മാച്ച് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ചാൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനും പറ്റും. തൃശ്ശൂരോ അല്ലെങ്കിൽ ഷൊർണൂരോ ഒറ്റപ്പാലോ ഒക്കെയാണ് ഒരുപക്ഷെ മാങ്കൂട്ടം തുടർച്ചയായി വീണ്ടും മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിൽ സന്ദീപിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന സീറ്റെങ്കിൽ ഇക്കുറി അതല്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള പാലക്കാട് തന്നെ സന്ദീപിനെ കൊണ്ട് നിർത്തുക. സന്ദീപിൻ്റെ പേരിൽ ക്ലീൻ ഇമേജാണ്, ഒരു രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും ഇല്ല. BJPക്കും അത് തുറന്ന് സമ്മതിക്കാൻ കഴിയും. കാരണം നിരവധിയായ BJPയുടെ പ്രമാണിമാർ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഒത്തുതീർക്കാൻ പോയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. തന്നെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ തനിക്ക് അതെല്ലാം പുറത്തുവിടാൻ കഴിയും. താൻ ഇപ്പോഴും അത് കോൺഫിഡൻഷ്യലായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയും ഒരു ബോംബിനുള്ള വക തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് സദാസമയം ജാഗരൂകനായി സന്ദീപ് വാര്യർ നടക്കുന്നത്.